ഇവിടെ യാൻഷങ്ങും എങ്കിൽ പിന്നെ ഞാൻ പോയി എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോകുന്ന പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഇറങ്ങുമ്പം ഇതേ സമയം സിയാനും അവൾ ആ സമയം തന്നെ ലൈബ്രറിയിലേക്ക് വരും. അങ്ങനെ അവളും ഭയങ്കര എക്സൈറ്റ്മെന്റോടെ അവളുടെ ആ ഫ്രണ്ട് വന്നാലെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ രണ്ടുപേരും അടുത്തടുത്തുള്ള, പക്ഷെ ഇവർ തമ്മിൽ ഇവരാന്നുള്ള സത്യം ഇതുവരെ അറിഞ്ഞിട്ടില്ല. അങ്ങനെ ആ സമയത്താണ് സിയാന്റെ നമ്പറിൽ നിന്ന് ഫോൺ വരുന്നുണ്ട്. ഇവന് സംസാരിക്കാൻ വേണ്ടി അവിടെ നടന്നു പോകും. അപ്പോഴാണ് ഫോണിൽ സംസാരിക്കുന്ന മറ്റേ സാധനം വാങ്ങിക്കാൻ വന്ന പയ്യനായിരിക്കും. അങ്ങനെ അവനും നിന്റെ ഗേൾ ഫ്രണ്ട് ഫോൺ ഇവിടെ മറന്നു വെച്ചിട്ട് പോയെന്ന് പറഞ്ഞ് ഇവനോട് ഇപ്പൊ തന്നെ അവൻ പറയുന്ന അഡ്രസ്സിലേക്ക് വന്ന് എടുത്തോണ്ട് പോകാൻ വേണ്ടി പറയും. അല്ലെങ്കിൽ ആ ഫോൺ എടുത്തോണ്ട് പോകുമെന്ന് പറയുമ്പോൾ അതുകൊണ്ട് അവനും പേടിച്ചിട്ട് എങ്കിൽ പിന്നെ ഞാൻ വരാമെന്ന് പറഞ്ഞ് ഇവനും പെടുന്ന ഫോൺ കിട്ടിയും. അതിനുശേഷം അവനും ഹിപ്പാറ്റിയ എന്നെ കാണാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് സിയാന്റെ ഫോൺ വാങ്ങിക്കാൻ വേണ്ടി പോകും. അതേസമയം ആ ഹിപ്പാറ്റിയ ഏത് പെങ്കൊച്ചാന്ന് അറിയാൻ വേണ്ടി ടോങ്ങും ധൃതിയോടെ അവിടേക്ക് ഓടി വന്നോണ്ടിരിക്കും. അങ്ങനെ അവൾ ആ പ്ലേസ് എവിടെയാണെന്ന് മനസ്സിലാക്കിയിട്ട് നേരെ അവിടേക്ക് വരുമ്പോഴാണ് ഇവിടെ കുറെ സമയമായിട്ടും സിയാനായിരിക്കും അവന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. കാരണം അവൻ ഇവളുടെ ഫോൺ വാങ്ങിക്കാൻ വേണ്ടി പോയി. അതിനുശേഷം ടോങ് ഇവളോട് സംസാരിക്കുമ്പോഴാണ് അവൾക്ക് മനസ്സിലാവും യാൻഷൻ കാണാൻ വന്ന ഹിപ്പാറ്റിയ ഫ്രണ്ട് ഇവളാണെന്ന്. അതിനുശേഷം അവളാണ് ഇവർ തമ്മിൽ ഇങ്ങനെ ചേരുന്നത് മോശമാണെന്ന് അറിഞ്ഞിട്ട് അവളും ദൂരേക്ക് പോയി കുറച്ച് ദേഷ്യം നോയിക്കൊണ്ടിരിക്കും. അതേസമയം ഇവിടെ അവനും മറ്റേ ഫോൺ വിളിച്ച ആ കടയിലേക്ക് ചെന്നിട്ട് ഇവന്റെ ഫോൺ വാങ്ങിക്കാൻ നോക്കുമ്പം അവന് ബോയ് ഫ്രണ്ട് വിളിച്ച നീ ഏതാളെ പട്ടിയെന്ന് പറഞ്ഞ് അവൻ ചോദിക്കും. അപ്പോഴാണ് യാൻഷനും നീ എന്നെയാ ഫോൺ വിളിച്ചെന്ന് പറഞ്ഞ് അവനോട് ആ കാര്യം പറയുമ്പം അവനെങ്കിൽ പിന്നെ ആ പെങ്കോഷിന്റെ കൂടെ വന്ന ഒരു ഹാൻഡ്സമായ പയ്യന ബോയ് ഫ്രണ്ട് ഇവൻ തെറ്റിരിച്ചെന്ന് പറയും. അങ്ങനെ ഇവ ഉദ്ദേശിക്കുന്ന സിയാങ്ങിന്റെ കൂട്ടുകാരെയും ഹിവാനെയും കുറിച്ച. പക്ഷെ യാൻഷങ്ങാണ് സിയാൻ ഒരു ബോയ് ഫ്രണ്ടോടും തെറ്റിരിച്ചിട്ട് അവൻ ആ ഫോൺ വാങ്ങിച്ച് അവളോർത്ത് വിഷമിച്ചോണ്ടിരിക്കും. അതിനുശേഷം അവൻ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് അവളുടെ ഫോൺ ചുമ്മാ എടുത്ത് നോക്കുമ്പോൾ ഇവളുടെ ഫോണിൽ ലോക്ക് പോലും ഇല്ലാത്തതുകൊണ്ട് അവൻ ഇത്രയ്ക്ക് സേഫ്റ്റി ഇല്ലാതെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞ് അവളുടെ കോണ്ടാക്ട് ഇങ്ങനെ നോക്കും. അപ്പോഴാണ് 3 ഹാർട്ടിന്റെ സൈൻ ഇട്ട് ഒരു നമ്പർ സേവ് ആയി കിടക്കുന്നുണ്ട്. അപ്പൊ സത്യത്തെ അവൾക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞ് ഇവൻ അപ്സെറ്റ് ആകും. അങ്ങനെ അതിന്റെ കൂടെ തന്നെ മാങ്ങാത്തല എന്ന് പറഞ്ഞ ഒരു നമ്പർ സേവ് ആയി കിടക്കുമ്പോൾ അവൻ അത് എടുത്തു നോക്കും. അപ്പോഴാണ് അവൻ അറിയാൻ വരുന്നത് അത് ഇവന്റെ നമ്പർ ആണെന്ന്. അതുകൊണ്ട് അവൻ ദേഷ്യത്തിൽ എന്റെ നമ്പർ നീ ഇങ്ങനെയാണോ സേവ് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞ് അവൻ അവിടെ നാല് കത്തിക്കൊണ്ടിരിക്കും. ഇതേ സമയം ഇവിടെ സിയാന് കുറെ സമയമായിട്ട് അവളുടെ ബുക്ക് ഫ്രണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തതിനു ശേഷം അവന് വരാത്തോണ്ട് ഒരു ലെറ്റർ ചെയ്ത് വെച്ചിട്ട് അവൾ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇത് കാണുന്ന ടോങ് ആണ് വീണ്ടും അടുത്തേക്ക് വന്ന് അവൾ ആ ബുക്കിനകത്ത് എന്തോ എഴുതി വെച്ചെന്ന് പറഞ്ഞ് ഇവളുടെ അടുത്ത് വായിച്ചു നോക്കും. അപ്പോഴാണ് സിയാനും കുറെ സമയമായിട്ട് അവനെ കണ്ടുമുട്ടാത്തോണ്ട് ഇവൾ അതിനകത്ത് ഫോൺ നമ്പർ എഴുതി വെച്ചിട്ടായിരിക്കും പോയിരുന്നത്. അതുകൊണ്ട് ഇവളെ നൈസിന് ആ പേപ്പർ എടുത്ത് ഇവളുടെ വെച്ചിട്ട് അവിടേക്ക് വരുന്ന വേറൊരുത്തിനോട് നീ മാത്സ് ആണെങ്കിൽ ഈ ബുക്ക് പഠിക്കുന്ന ഈസിയാന്ന് പറഞ്ഞ് അവന്റെ ബുക്ക് അങ്ങ് കൊടുത്തേക്കും. അങ്ങനെ വന്ന പണി കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് നൈസൻ അവൾ അവിടെ നിന്ന് പോകും. ഇതേ സമയം ഇവിടെ ഇവാനും അവളെ തിരിച്ച് ഹോസ്റ്റലിൽ കൊണ്ടാക്കാൻ വേണ്ടി പോകുമ്പോഴാണ് അവനും ഇവൾ മറ്റേ സാധനങ്ങളൊക്കെ വിറ്റ് എന്തിനെങ്ങനെ വെറുതെ പൈസ ഉണ്ടാക്കുന്ന ചോദിക്കും. ഒരു ഇവളുടെ പൈസ കുറവുണ്ടോ ചോദിക്കുമ്പോൾ അവളും ഇവന്റെ പുതിയ ഗിഫ്റ്റ് ഒക്കെ ഇറങ്ങിയതുകൊണ്ട് അത് വാങ്ങിക്കാൻ വേണ്ടിയാ ഈ പൈസ ഒക്കെ സേവ് ചെയ്യുന്നെന്ന് പറയും. അതുകൊണ്ട് അവനും മൊത്തം ശരിയായിട്ട് നിനക്ക് ആ ഗിഫ്റ്റ് ഒക്കെ വേണം ഞാൻ തന്നെ തരാന്ന് പറഞ്ഞ് അവന് വാക്ക് കൊടുക്കുമ്പോൾ ഇവളെ സന്തോഷത്തി എനിക്ക് പിന്നെ വലിയ താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് അവന്റെ കൂടെ ചിരിച്ചോണ്ടേ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ അവസാനം ഇവനെ വന്ന് അവൾ ഹോസ്റ്റലിലാക്കുമ്പോഴാണ് അവളും നമുക്കൊരു ഫ്രണ്ട്സ് ആകാമെന്ന് പറഞ്ഞ് അവനോടൊന്ന് അനുവാദം ചോദിക്കും. ഇത് കേട്ട് അവനും കുറച്ച് സൈലന്റ് ആയിട്ടിരിക്കുമ്പോഴാണ് അവളത് പറഞ്ഞതിന് ശേഷം ഞാൻ ചുമ്മാ പറഞ്ഞ ഇനിയിപ്പോ നമുക്ക് ഫ്രണ്ട്സ് ആയാലും കുഴപ്പമില്ല, എല്ലാ സമയത്തും ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യും, ബൈ ബൈ എന്നിട്ട് അവളും തീർച്ചയായിട്ടും അവിടെ നോടി പോകുമ്പോൾ ഇത് കണ്ട് ഇവനാണ് ചിരിച്ചോണ്ട് നമുക്ക് സത്യത്തിൽ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞ് അവൻ ഒറ്റയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. അതിനുശേഷം ഇവിടെ യാൻഷങ്ങും അവളുടെ ഫോണായിട്ട് തിരിച്ച് ലൈബ്രറിയിലേക്ക് വരുമ്പോഴാണ് അതേസമയം എൻട്രൻസ് വെച്ച് തന്നെ ഇവൻ സിയാങ്ങിനെ കണ്ടുമുട്ടും. അതിനുശേഷം അവനും ഇത്രയും ധൃതിയിൽ ഡേറ്റ് കഴിഞ്ഞിട്ട് വരുമെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവളും ഇവള് ഡേറ്റിന് പോയ കാര്യം എങ്ങനെ അവൻ അറിയാൻ ചോദിക്കും. അങ്ങനെ ഇവൾ ഉദ്ദേശിക്കുന്ന ആ ഹിപ്പാറ്റിയ ഫ്രണ്ടിനെ കാണാൻ പോയ കാര്യ. പക്ഷെ അവൻ മറ്റവൻ പറഞ്ഞ് തെറ്റിദ്ധരിച്ച് വേറൊരു പയ്യനായിട്ട് കറങ്ങിട്ട് വരാമെന്ന് പറഞ്ഞ് ഇവൾക്ക് ആ പയ്യനെ എത്ര ദിവസമായിട്ടുള്ള പരിചയം ചോദിക്കും. അപ്പോഴാണ് അവളും ഞങ്ങൾ തമ്മിൽ കുറെ പരിചയം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവന് മാത്സ് ഒത്തിരി ഇഷ്ടമെന്ന് പറഞ്ഞ് അവനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പൊക്കി പറയും. അതുകൊണ്ട് ഇവനാണ് ജലസായി എന്തായാലും എന്റെ അത്രയും പരിചയം ഒന്നും കാണത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ ഇവളുടെ ഫോൺ കൈ കൊടുക്കുമ്പോൾ അവൾ എന്റെ ഫോൺ എങ്ങനെ നിന്റെ വന്നെന്ന് പറഞ്ഞ് ഷോക്കാവും. അപ്പോഴാണ് അതേസമയം ആ 3 ഹാർട്ട് ഇട്ടുള്ള ആ നമ്പറിൽ നിന്ന് ഇവൾക്ക് ഫോൺ കോൾ വരും. അതിനെ ഇവളും പോയി സംസാരിക്കുമ്പോഴാണ് സത്യത്തിൽ ഇത് അവളുടെ അമ്മൂമ്മയുടെ നമ്പറാ. അങ്ങനെ അവള് മിസ് യു ലവ് യു എന്നൊക്കെ പറയുമ്പോൾ ഇവളും തിരിച്ച് മിസ് യു ലവ് യു എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കേൾക്കുന്ന ഞാനാണ് സത്യത്തിൽ അവളുടെ ബോയ് ഫ്രണ്ടാന്ന് പറഞ്ഞിട്ട് അവൻ മൊത്തത്തിൽ അപ്സെറ്റ് ആവും. അതിനുശേഷം അവൻ അവിടെ നിന്ന് മറ്റേ ഹിപ്പാറ്റിയ ഫ്രണ്ട് എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ആ ഹിപ്പാറ്റിയ ബുക്കും അവിടെ കാണത്തില്ല. അങ്ങനെ ഇതവിടെ പോയി അവൻ ആലോചിച്ചോണ്ടിരിക്കുമ്പോൾ അവിടേക്ക് പെട്ടെന്ന് സിയാനും ഓടിയെത്തിയിട്ട് ഇവളുടെ ഫോൺ തന്നെ ലോക്ക് ഇട്ടേം ചോദിക്കും. അപ്പോഴാണ് അവനും ഫോൺ ലോക്ക് ഇട്ടില്ല വല്ലന്മാരെടുത്ത് ഇതൊക്കെ നോക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ അതിന്റെ പാസ്വേഡ് ചുരണ്ട മൂടിക്കാരിയാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അതുകൊണ്ട് അവളാണ് ദേശത്തി ചുരണ്ട മൂടിക്കാരി നിന്റെ അപ്പൂപ്പൻ. ഏതിന് അവളും തിരിച്ച് റൂമിലേക്ക് വന്ന് ആ പാസ്വേഡ് എന്ന് പറഞ്ഞ് കുറെ കൺഫ്യൂസ് ആയിരിക്കും. അപ്പോഴാണ് അവൾക്ക് അവസാനം പിടികിട്ടുന്ന ഇവർ തമ്മിൽ ആദ്യം കണ്ടുമുട്ടിയ ഡേറ്റ് ആയിരിക്കും അവൻ പാസ്വേഡ് ആയിട്ട് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് ഇത് മനസ്സിലാക്കുന്ന അവളാണ് എന്നെ കണ്ടപ്പത്തിന് ഇഷ്ടപ്പെടാത്ത ഇവൻ എന്തിനാ ആ ഡേറ്റ് ഒക്കെ ഓർമ്മ വെച്ചേക്കുന്നെന്ന് പറഞ്ഞ് അവൾക്കൊന്നും മനസ്സിലാവത്തില്ല. അതിനുശേഷം അവളുടെ കൂട്ടുകാരിയും മറ്റേ ഹിപ്പാറ്റിയ ഫ്രണ്ടിനെ കണ്ടെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവളും കുറെ സമയമായിട്ട് വെയിറ്റ് ചെയ്തിട്ടും ആ വ്യക്തി വന്നില്ലെന്ന് പറയും. അപ്പോഴാണ് ഇത് കേൾക്കുന്ന റൂംമേറ്റും ഒരേ ആ വ്യക്തി ഇവളെ കണ്ടിട്ട് പേടി ചന്തം വിട്ട് പോയി കാണുമെന്ന് പറഞ്ഞ് അവൾ ആ ഗ്യാപ്പിൽ കൂടെ കളിയായിക്കൊണ്ടിരിക്കും. പക്ഷെ അതൊന്നും ഇവര് മൈൻഡ് ചെയ്യാതെ ആ മാങ്ങാത്തലയൻ അവന്റെ
നമ്പർ സേവ് ചെയ്ത് കണ്ടുകൊണ്ടായിരിക്കും എൻ്റെ ഫോൺ ലോക്ക് ഇട്ടെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടെ ഇവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ഇവിടെ ഇവന്റെ കൂട്ടുകാരന്മാരും ഇവന്റെ ഹിപ്പാറ്റിയ ഫ്രണ്ടിനെ കണ്ടെന്ന് പറഞ്ഞു ചോദിക്കുമ്പം അവൻ അവസാന നിമിഷം സിയാന്റെ ഫോൺ കളഞ്ഞതുകൊണ്ട് അവൻ അത് കണ്ടെത്താൻ വേണ്ടി പോയെന്നറിയും. അപ്പോഴാണ് ഇത് കേട്ട് ഇവന്മാരെല്ലാം കൂടെ ഷോക്കായി. അപ്പൊ ഹിപ്പാറ്റിയെ കാണുന്നതിനേക്കാളും സിയാനല്ലേ നിനക്ക് വലുതെന്ന് പറഞ്ഞ് അവന്മാരൊക്കെ ചുമ്മാ തമാശയെ കളിയാക്കുമ്പം ഇവൻ അങ്ങനൊന്നല്ല, ഒരാളുടെ ഫോൺ മിസ്സായി പോയതുകൊണ്ട് അവൻ വാങ്ങിക്കാൻ വേണ്ടി പോയതാന്നറിയും. പക്ഷെ എന്നിട്ട് അളിയൻ അവൾക്ക് ഒരു പക്ഷേ ബോയ് ഫ്രണ്ട് കാണുമെന്ന് പറഞ്ഞിട്ട് ഈ ലിങ്ങിനോട് ചോദിച്ചു നോക്കുമ്പം അവന് തമാശക്ക് ഇവൻ ആ സിയാനോട് അത്രയ്ക്കും ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ എന്തിനാ അവളെ കുറിച്ച് ഇങ്ങനെ തിരക്കുന്നതെന്ന് പറഞ്ഞ് യാൻഷെങ്ങനെ കളിയായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അവനൊന്നും ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയല്ല ഇപ്പോ. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം ഇന്ന് സിംഗിൾസ് ഡേ ആയതുകൊണ്ട് സ്വിമ്മിംഗ് ക്ലബിലെ ലിങ്ങും എല്ലാവർക്കും ഒരു കാർഡ് കൊടുത്തിട്ട് ഇത് സിംഗിൾസ് മാത്രമേ മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് അവനും പറയും. അങ്ങനെ അതുകൊണ്ട് ഇവന്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഓരോ പേപ്പറിനകത്ത് അവർ ആഗ്രഹം ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പം അവിടേക്ക് വരുന്ന സിയാനും അവളുടെ കൂട്ടുകാരും കണ്ടിട്ട് ഇവനോട് അടുത്തേക്ക് ചെല്ലും. അതിനുശേഷം അവനും സിംഗിൾസ് ആയതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹം ഇന്ന് സാധിച്ചു കിട്ടുമെന്ന് പറഞ്ഞ് ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ ഒരു പേപ്പറിനകത്ത് എഴുതാൻ വേണ്ടി പറയും. അങ്ങനെ ഷഫിൾ ചെയ്ത് ആർക്കാണ് കിട്ടുന്നത് അവരാഗ്രഹം സാധിച്ചതെന്ന് പറയുമ്പം ഇവരുടെ സന്തോഷത്തിൽ എങ്കിൽ പിന്നെ ഇത് ഫണ്ണായിരിക്കും എന്ന് പറഞ്ഞ് സിയാൻ നൈസിന് എസ്കേപ്പ് ആകാൻ നോക്കും. പക്ഷെ അവളുടെ കൂട്ടുകാരി നമ്മുടെ ആഗ്രഹം ഇതുവരെ സാധിച്ചു കിട്ടുമെന്ന് പറഞ്ഞിട്ട് അവളെ ഫോഴ്സ് ചെയ്ത് രണ്ടുപേരും കൂടെ ആ കാർഡിനകത്ത് എഴുതി കൊടുക്കും. അതിനുശേഷം സിയാനും എന്താഗ്രഹം എഴുതണ്ടെന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം അവളുടെ കൂട്ടുകാരും പറയും നമ്മ രണ്ടുപേരും ആഗ്രഹം പരസ്പരം മാറ്റി എഴുതാന്ന്. അതുകൊണ്ട് സിയാന് വേണ്ടി അവൾ എഴുതും, അവൾക്ക് വേണ്ടി ഇവൾ എഴുതും. അങ്ങനെ രണ്ടുപേരും എഴുതി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് കാണിക്കാതെ അവരും ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ അതേസമയം ബാക്കി എല്ലാവരും കൂടെ എഴുതി വെച്ചത് ഷഫിൾ ചെയ്ത് എടുത്തോണ്ടിരിക്കും. അപ്പോഴാണ് ടോങ്ങും യാൻഷങ് ഇതുവരെ എഴുതാത്തോണ്ട് അവൾ പിന്നെ എടുത്തോളം പറഞ്ഞിട്ട് അവനും കൂടെ എഴുതിയിടാൻ വേണ്ടി പറയും. അതുകൊണ്ട് അവനില്ലാത്ത സമയം നോക്കി ബാക്കി എല്ലാവരും ഇവിടെ നിന്ന് ആ ഗെയിം കളിക്കുമ്പോഴാണ് സിയാന് കിട്ടുന്ന ലിങ്ങിന്റെ കാർഡായിരിക്കും. അപ്പോഴാണ് അവന് ഗെയിമിന്റെ ഒരു സ്കിൻ ആണെന്ന് പറഞ്ഞ് അതിനകത്ത് എഴുതിയിട്ടേക്കുന്നത്. അതുകൊണ്ട് അവളാണ് ഈ സ്കിന്ന് വാങ്ങിക്കാൻ എത്ര വില എന്ന് പറഞ്ഞ് ചോദിക്കുമ്പം അവനും ചിരിച്ചിട്ട് ഇത് നിനക്കാണ് കിട്ടിയെന്ന് പറഞ്ഞ് ഇവളൊരു ലക്കി പേഴ്സണാന്ന് പറയും. അപ്പോഴാണ് അവള് പേടിച്ച് എനിക്ക് ഈ കാർഡ് മാറ്റാൻ പറ്റുമെന്ന് ചോദിക്കുമ്പം അവന് കാർഡ് മാറ്റാൻ പറ്റത്തില്ല, പക്ഷെ വേറെ ആർക്കെങ്കിലും ഏതെങ്കിലും കാർഡ് വേണ്ടെന്ന് വെച്ചാൽ രണ്ടുപേർത്തും ഈ കാർഡ് ഷെയർ ചെയ്യാന്ന് പറയും. അതിനുശേഷം അടുത്തായിട്ട് അവളുടെ കൂട്ടുകാരെടുക്കുമ്പോഴാണ് അവൾ യുവാന്റെ കാർഡ് കിട്ടുന്ന പ്രതീക്ഷിച്ചിരിക്കും, പക്ഷെ അവൾക്ക് കിട്ടുന്ന വേറൊരു കാർഡായിരിക്കും. ഇതേ സമയം ഇവിടെ യുവാനും അവന്റെ കൂട്ടുകാരൻ ഷീയും കൂടെ കാർഡ് എടുക്കുമ്പോൾ ഇവന്മാർ രണ്ടുപേർക്കും മാറിയും തിരിഞ്ഞായിരിക്കും കാർഡ് കിട്ടുന്നത്. കാരണം യുവാന് വേണ്ടത് സിയാന്റെ കൂട്ടുകാരുടെ കാർഡ്, ഷീക്ക് വേണ്ടത് ടോങ്ങിന്റെ കാർഡ്. പക്ഷെ രണ്ടുപേരും തമ്മിൽ മാറിയിരിക്കുന്നുണ്ട്, അവന്മാർ തമ്മിൽ ആ കാർഡ് അങ്ങ് സ്വാപ്പ് ചെയ്യും. അങ്ങനെ ഇത് കണ്ട് ടോങ് ആണ് ഷോക്കായിട്ട് നിങ്ങൾ രണ്ടുപേർക്ക് ആരുടെ കാർഡാ കിട്ടിയെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവന്മാര് ചിരിച്ചോണ്ട് സീക്രറ്റാന്ന് പറയും. എന്നിട്ട് അവളും പെട്ടെന്ന് തന്നെ യാൻഷങ്ങിന്റെ കാർഡും കൂടെ എഴുതിക്കൊണ്ടാന്ന് പറഞ്ഞിട്ട് ലിങ്ങിനെ പറഞ്ഞയക്കും. അതിനേശം ഇവിടെ ലിങ്ങും സിംഗിൾസ് ആയിട്ട് ഇവനെ ആ മത്സരത്തിൽ പങ്കെടുക്കാൻ പറയുമ്പം അവനെ ഇറങ്ങിപ്പോടെ ചേർക്കാന്ന് പറഞ്ഞിട്ട് അവിടുന്ന് മാക്സ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അവനും സിയാനൊക്കെ പങ്കെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇവനും കൂടെ ചേരാൻ പറയുമ്പം അവൻ അതിട്ട് ഷോക്കായി. ബോയ് ഫ്രണ്ട് ഉണ്ടായിട്ട് അവൾ എന്തിനാണ് ഈ മത്സരത്തിൽ പങ്കെടുത്തെന്ന് അവനും ചൂടാകും. അപ്പോഴാണ് ലിങ്ങും ബോയ് ഫ്രണ്ട് ഇല്ലാത്ത കൊണ്ടല്ലടം മണ്ട അവൾ ഈ മത്സരത്തിൽ പങ്കെടുത്തെന്ന് പറഞ്ഞ് അവൾ സിംഗിൾ ആണെന്നുള്ള കാര്യം ഇതോടെ അവൻ ഉറപ്പാകും. അതിനേശം ഇവൻ ഫോഴ്സ് ചെയ്യുന്നുണ്ട് എങ്കിൽ പിന്നെ എന്റെ ആഗ്രഹം ഈ കണക്ക് സോൾവ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഒരു ക്വസ്റ്റ്യൻ അവൻ എഴുതിയിടും. അതുകൊണ്ട് ലിങ്ങും നിന്റെ കാർഡ് കിട്ടുന്നവൻ ഇതോടങ്ങ് തീർന്നെന്ന് പറഞ്ഞിട്ട് അവൻ ആ കാർഡെല്ലാം ഷഫിൾ ചെയ്ത് ഇവൻ ഒരെണ്ണം എടുക്കാൻ പറയുമ്പം അവൻ അത് എന്തോന്ന് പറഞ്ഞ് ഇവനോട് കാണിക്കത്തില്ല. അതുകൊണ്ട് ലിങ്ങും അത് എന്നോടെങ്കിലും കാണിക്കുമെന്ന് പറഞ്ഞ് ചോദിക്കുമ്പം ഇവന് നീ ഷഫിൾ ചെയ്ത് എടുത്തില്ലെങ്കിൽ ആദ്യം നീ ചേടാന്ന് പറഞ്ഞ് ലിങ്ങിനെ കൊണ്ട് എടുപ്പിക്കും. അപ്പോഴാണ് കഷ്ടകാലത്തിന് അവന് കിട്ടുന്ന യാൻഷങ്ങിന്റെ കാർഡായിരിക്കും. അതുകൊണ്ട് അവനാണ് ചിരിച്ചോണ്ട് നീ ഈ കണക്ക് പോയി സോൾവ് ചെയ്യണം വണ്ടാന്ന് പറഞ്ഞ് അവനായിട്ട് കളിയായിക്കൊണ്ടിരിക്കും. അതിനേശം ലിങ്ങും എനിക്ക് ഈ കാർഡ് വേണമെന്ന് പറഞ്ഞാൽ മാറ്റാൻ നോക്കുമ്പം ഈ ഗെയിം നടത്തുന്ന നീ തന്നെ ചീറ്റിങ് ചെയ്തോടെന്ന് പറഞ്ഞിട്ട് അവനെ അങ്ങ് പറഞ്ഞേക്കും. അതിനേശം ലിങ്ങാണ് ദേഷ്യത്തി ചുമ്മാ തല്ലട നീ സിംഗിൾ ആയെന്ന് പറഞ്ഞ് അവൻ അവിടെ തെറി വിളിച്ചോണ്ടിരിക്കും. ഇത് കേട്ട് അവൻ അകത്തിരുന്ന് പറയുന്നിട്ട് ഇവനേതോ ഗേൾ ഫ്രണ്ട് സെറ്റ് ആയ പോലെ ആണെന്ന് പറഞ്ഞ് അവനും പുച്ഛിച്ചോണ്ടിരിക്കും. അതിനേശം അവന് കിട്ടിയ കാർഡ് എടുത്ത് നോക്കുമ്പോഴാണ് ഇവനെ കിട്ടിയേക്കുന്ന സിയാന്റെ കാർഡായിരിക്കും. അപ്പോഴാണ് അത് വായിച്ചു നോക്കി അവനും മൊത്തം ഷോക്കായി പോന്നെ. കാരണം അതിനകത്ത് അവളുടെ കൂട്ടുകാരി എഴുതി വെച്ചിരുന്നത് സിയാന്റെ ആഗ്രഹം അവളുടെ ഹിപ്പാറ്റിയ ഫ്രണ്ടിനെ കാണണം എന്നറിഞ്ഞ. അതുകൊണ്ട് ഇത് വായിച്ചു നോക്കിയിട്ട് അവനും അപ്പൊ എന്റെ ഹിപ്പാറ്റിയ ഫ്രണ്ട് സിയാനായിരുന്നെന്ന് പറഞ്ഞിട്ട് അവന് നല്ല രീതിക്ക് സന്തോഷമാകും. അതിനേശം ഇവിടെ ലിങ്ങും കുറച്ച് അപ്സെറ്റ് ആയിട്ട് തിരിച്ച് സ്വിമ്മിംഗ് പൂളിലേക്ക് വരുമ്പോഴാണ് ടോങ് ആണ് ഇവന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ട് യാൻഷങ് എല്ലാം കാർഡ് ചെയ്തിട്ടോ ചോദിക്കും. അപ്പോഴാണ് അവൻ സന്തോഷത്തി നിനക്ക് യാൻഷങ്ങിന്റെ കാർഡല്ലേ ഉണ്ട് എങ്കിൽ പിന്നെ ഞാൻ തന്നെ തരാം എന്നിട്ട് ഇവന്റെ അടുത്ത് കൊടുക്കുമ്പോഴാണ് അവളും കണക്കിട്ടിരിക്കുന്നിട്ട് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് നൈസിന് അവൾ അവിടെ നിന്ന് മുങ്ങും. അപ്പോഴാണ് ലിങ്ങും ഇതുവരെ നീ പോപ്പുലർ ആയിരുന്നെങ്കിൽ മിക്കാറും ഇനി കോളേജ് ആരും നിന്നെ ഇഷ്ടപ്പെടാൻ പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് അവനൊറ്റയ്ക്ക് സംസാരിച്ചോണ്ടിരിക്കും. എന്നിട്ട് അവൻ അപ്പത്തന്നെ ഒരു ഐഡിയ ചെയ്ത് സിയാനെ കാണാൻ ചെന്നിട്ട് ഇവൾക്ക് മാത്സ് ഒക്കെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് ഇവന്റെ കാർഡ് തരുവാണ്. അവൾക്ക് കിട്ടിയ ഇവന്റെ
കാർഡ് തിരിച്ചു തരാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവളും എങ്കിൽ പിന്നെ കണക്ക് നീ തന്നെ വച്ചോടം മണ്ടാന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകാൻ വേണ്ടി നോക്കും. അപ്പോഴാണ് അവനും ഈ സ്കിന്നിന് ഒത്തിരി വില ആവെന്ന് പറഞ്ഞിട്ട് അവളെ തിരിച്ചു തരാൻ പറയുമ്പം അവള് നല്ല മനസാക്ഷിയോടെ ഒരു ഫ്രണ്ടിന് വേണ്ടി പൈസ ചെലവാക്കാൻ അവൾക്ക് കുഴപ്പമില്ലെന്ന് പറയും. അപ്പോഴാണ് അവനും പുറകെ തന്നെ നടന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്ങനെ മോളെന്ന് പറഞ്ഞിട്ട് അവൻ അപ്പം തന്നെ ഇവൻ ആവശ്യമുള്ള സ്കിൻ അങ്ങ് ഓർഡർ ചെയ്യും. അതുകൊണ്ട് ഇനിയിപ്പോൾ ഈ വിഷയം നീ പൂർത്തീകരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് യാൻഷങ്ങിന്റെ കാർഡ് എടുത്ത് ഇവളുടെ കൊടുക്കും. അതിനേശ് ഇവിടെ ടോങ്ങും യാൻഷങ്ങിനെ ഒന്ന് കണ്ടിട്ട് ഇവൻ ആരുടെ കാർഡാ കിട്ടിയെന്ന് പറഞ്ഞ് ചോദിക്കുമ്പം അവനറിയുന്ന ഒരു പെങ്കൊച്ചിന്റെ കാർഡാന്ന് പറയും. അപ്പോഴാണ് അവളും നിനക്കാകെ അറിയുന്ന കൈ എണ്ണാന്ന് 5 പേരല്ലേ ഉള്ളെന്ന് പറഞ്ഞിട്ട് അവന് ചുമ്മാ തമാശയെ കളിയാക്കുമ്പം ഞാൻ അത്രയ്ക്ക് അൺപോപ്പുലർ ആയി പോയെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അവളും ഇവന് കിട്ടിയത് ആരുടെ കാർഡെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കുറെ സംസാരിച്ചു നോക്കിയതാ. പക്ഷെ അവസാനം വരെ അവനതാരാന്ന് ഇവളോട് പറയത്തില്ല. അങ്ങനെ അതോടെ നമ്മൾ ഇടുന്നത് എപ്പിസോഡ് എടുത്തിരുന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം.